നമ്മൾ പോകുന്നത് കാടുള്ള സ്ഥലത്തേക്കാണ്, കാട്ടിലേക്കാണ്. ചൊക്കന. നമ്മൾ പോകുന്നത് ചൊക്കനക്കാണ് കേട്ടോ. എവിടേക്കാണ്? ചൊക്കന. നമ്മള് ചൊക്കനയ്ക്ക് പോകുന്ന വഴിയില് റബ്ബർ എസ്റ്റേറ്റുകൾ കാണാം സൈഡില്. അപ്പോ ഇത് പോകുന്ന വഴിയുള്ള പുതുക്കാട് പ്ലാന്റേഷൻസ് ആണ്. രാമേ, നല്ല രസമില്ലേ കാണാനായിട്ട്? രണ്ടാമത്തെ പ്രാവശ്യം അല്ല, ആമി നമ്മളും ഒക്കെ കൂടെ ഒരു തവണ ഈ വഴി പോയിട്ടുണ്ട്, ശ്രീയമ്മായൊക്കെ ഉള്ളപ്പോ അല്ലേ ആമി? 2 തവണ പോയിട്ടുണ്ട്. ഹാരിസൺസ് മലയാളം പാലപ്പള്ളി എസ്റ്റേറ്റ് ആണ് നമ്മുടെ റൈറ്റ് സൈഡില്. അതേസമയം നമ്മുടെ ലെഫ്റ്റ് സൈഡില് പുതുക്കാട് എസ്റ്റേറ്റ് ആണ്. രണ്ടും രണ്ട് എസ്റ്റേറ്റുകളാണ്. ഈവനിങ് ടൈം വരാനാണ് ഇവിടെ അടിപൊളി. നല്ല രസമാണ് ഈവനിങ് ടൈം കാണാൻ. ഈ റൂട്ടിൽ തന്നെ നമുക്ക് ചിമ്മിനി ഡാമിലേക്ക് പോകാൻ പറ്റും. പക്ഷെ ചിമ്മിനി ഡാമില് 5 മണിക്ക് മുമ്പ് എത്തണം. ഞങ്ങൾ കുറച്ച് വൈകിയതുകൊണ്ട് നമുക്ക് ചിമ്മിനി ഡാമിലേക്ക് എൻട്രി കിട്ടില്ല ഇപ്പൊ പോയി കഴിഞ്ഞാൽ. അതുകൊണ്ട് നമ്മൾ ചൊക്കന ഇറങ്ങിയിട്ട് പോവും. റൈറ്റ് ആമി? ഇത് ഈ എസ്റ്റേറ്റിന്റെ ഗോഡൌണും അതുപോലെ അവിടുത്തെ വർക്കേഴ്സിന്റെ ക്വാർട്ടേഴ്സ് ഒക്കെയാണ്. പഴയ എന്താ പറഞ്ഞേ? തമാശ. Turn right onto Palapalli, Velikulankara Road. Correct. നമ്മൾ പോകുന്ന വഴിയില് ആന ഉണ്ടോന്ന് ശ്രദ്ധിച്ചു പോണം എന്നാണ് ഇവിടുത്തെ ഗ്രാമവാസികൾ പറഞ്ഞത്. അമ്മി നോക്കിയേ, ഈ വീടുകളൊക്കെ നോക്കിയേ. വീടെന്ന് വെച്ചാൽ ഇവരുടെ ക്വാർട്ടേഴ്സ് ആണ്. പ്രത്യേകതരം പഴയ രീതിയിലുള്ള കൺസ്ട്രക്ഷൻസ്. അങ്ങനെ ഒരു കൊടും കാട്ടിലൂടെയുള്ള സഞ്ചാരമാണ് നമ്മളിപ്പോ നടത്തുന്നത് അല്ലേ ആമി? ആമിക്ക് ഈ യാത്ര ഇഷ്ടപ്പെട്ടോ? ആമിക്ക് വിഷമായോ? മറ്റേ തൂക്കുപാലം കാണാൻ പറ്റാത്തതില് വിഷമുണ്ടോ? അതാണോ പ്രശ്നം? അടുത്തതായിട്ട് ഇവിടെ ഒരു തൂക്കുപാലം കൂടി ഉണ്ട്. ആമിക്ക് അതിൽ കയറാൻ പറ്റുമോ? പറ്റും. അതാ നമുക്ക് കാണുന്നതാണ് തൂക്കുപാലം. ഈ തൂക്കുപാലത്തെ മെക്കോടെയാണ് അച്ഛനും അമ്മയും ഒന്ന് പോയത് ആമി കേട്ടോ. നമുക്ക് കയറി നിന്ന് ഫോട്ടോ എടുക്കാം, കയറി നടക്കാം. ഓക്കെ, നമുക്ക് കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് കയറ്റി നിർത്തിയാൽ ശരിക്കും നമുക്ക് പാലം ഒന്ന് കാണാമായിരുന്നു വീഡിയോയില്. അതെ, ഇതാണ് തൂക്കുപാലം. പക്ഷെ ഇത് കയറാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവർ അടച്ചു വെച്ചിട്ടുണ്ട്. കയറുന്നത് നമ്മുടെ റിസ്ക് ആണ്. ഓക്കെ, അപ്പം അങ്ങനെ നമ്മൾ ചൊക്കന എത്തിയിട്ടുണ്ട്. ചൊക്കനയിലെ ഏറ്റവും ഹൈലൈറ്റ് ഇവിടുത്തെ തൂക്കുപാലമാണ്. അപ്പം നമ്മൾ തൂക്കുപാലത്തിന്മേലേക്ക് കയറാനുള്ള ഒരു വഴി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ പാച്ചക്കുട്ടനും പാച്ചുവിൻ്റെ ആമി ചേച്ചിയും അച്ഛനും റെഡിയാണ്. യെസ്, ഇതാണ് നമ്മുടെ ചൊക്കനയിലെ തൂക്കുപാലം. ഇപ്പോൾ ഇവിടെ ഒരു ചെറിയ ഒരു
മാൻ മെയ്ഡ് ബ്രിഡ്ജ് എന്ന് പറയുന്ന രീതിയിലുള്ളൊരു ബ്രിഡ്ജ് നമ്മുടെ മണൽ ചാക്കുകളൊക്കെ നിറച്ചിട്ട് ഇവിടുത്തെ നാട്ടുകാർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പുഴേനെ ഒന്ന് ക്രോസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഈ തൂക്കുപാലത്തമ്മയ്ക്കുള്ള വഴി കണ്ടുപിടിക്കാം. തൂക്കുപാലത്തമ്മ നമ്മളെല്ലാവരും കയറാൻ പാടില്ല എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാലും നമുക്ക് ജസ്റ്റ് പോയി കാണാം. കയറാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. ബട്ട് ദെൻ വിൽ ജസ്റ്റ് സീ വാട്ട് ഈസ് ഹാപ്പനിങ് ദെയർ. ഓക്കെ, അപ്പോൾ നമ്മുടെ ആമിക്കുട്ടിയും പാച്ചും അച്ഛനും കൂടെ ഈ അടിപൊളിയായിട്ടുള്ള ഈ ഒരു സ്പോട്ട് കാണാനായിട്ട് വരുന്നുണ്ട്. കൂടെ ഞാനും ഉണ്ട്. എന്നിരുന്നാലും പാച്ചുവാണ് ഇന്നത്തെ താരം. പാച്ചുവിൻ്റെ ഫസ്റ്റ് ഔട്ടിംഗ് ആണ് കേട്ടോ. ഓക്കേ, ആണോ? എന്നാ കേറണ്ട. ആ, പക്ഷെ ആൾക്കാർ അതിൽ കൂടെയാണ് നിങ്ങൾ കയറിക്കണേ. പാച്ചു എങ്ങനെയുണ്ട്? കൊള്ളാമോ? സൂപ്പറാണോ? ഓ ചിരിക്കടാ, ഒന്ന് ചിരിക്കടാ പാച്ചു. പാച്ചു ഉറക്കത്തിൽ നിന്ന് ഉണർന്നിട്ടേ ഉള്ളൂ. ചേച്ചി അതിൻ്റെ ഇടയ്ക്ക് ഒരു ഡാൻസിൻ്റെ സ്റ്റെപ്സൊക്കെ ഇടുന്നുണ്ട്. നമ്മുടെ റബ്ബർ തോട്ടത്തിൻ്റെ ഇടയ്ക്കാണ് ഈ ഒരു പാലം സ്ഥിതി ചെയ്യുന്നത്. പണ്ട് ഈ പുഴ ക്രോസ് ചെയ്ത് ഇവിടെ താമസിക്കുന്നവർക്ക് അപ്പുറത്തെ സൈഡിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാലമായിരുന്നു ഇത്. ഇപ്പോൾ ഇത് വർക്കിംഗ് കണ്ടീഷനിലല്ല. എന്നാലും സന്ദർശകർ എഴുതി വച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും നോക്കാതെ കയറാൻ ശ്രമിക്കുന്നുണ്ട്. എത്രത്തോളം സേഫാണെന്ന് നമുക്കറിയില്ല. എന്നാലും ഇതാണ് നമ്മുടെ ചൊക്കനയിലുള്ള പാലം. ആടരുത്, ആടാൻ പാടില്ല, പൊട്ടിപ്പോവും. നിൽക്കൂ, അമ്മയുടെ കൂടെ പോവും. അല്ലെങ്കിലേ കാല് സൂക്ഷിച്ച് വെക്കണം, അല്ലെങ്കിൽ കാല് അതിനകത്ത് കുടുങ്ങും. നോക്കി, ഈ ഗ്യാപ്പിൽ കൂടെ നീ വീഴാനുള്ള ഗ്യാപ്പുള്ളൂ. അതുകൊണ്ട് ഇത്ര ദൂരം പോയാൽ മതി കേട്ടോ. സേഫ് അല്ല. വേണ്ട, സേഫ് അല്ലാത്തതുകൊണ്ട് നമ്മൾ സേഫ് അല്ലാത്ത കാര്യം ചെയ്യാൻ പാടില്ലല്ലോ. ഇവിടെ നിൽക്കുമ്പോൾ ഒരു വീഡിയോ എടുത്ത് തരാം. അതുകൊണ്ട് ഞങ്ങൾ പോകുന്നില്ല. കുറച്ച് ബാക്കിലേക്ക് പതുക്കെ ഇറങ്ങിക്കോ.